വർത്തമാന കാലഘട്ടത്തിൽ ഒട്ടനവധി കാര്യങ്ങൾ നമ്മുടെ ആരാധനകളെയും നമ്മുടെ ആചാരങ്ങളെയും നമ്മുടെ വിശ്വാസങ്ങളെയും മലിനപ്പെടുത്തുന്ന വിഷയങ്ങൾ അത് ബോധപൂർവവും അല്ലാതെയുമൊക്കെ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചിലർക്ക് അറിയാത്തത് കൊണ്ട് ചില തെറ്റിദ്ധാരണകൾ പരത്തുന്ന പ്രവർത്തനങ്ങൾ നടത്താറുണ്ട്. ചിലർ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ധർമ്മത്തെ അവഹേളിക്കാൻ വേണ്ടിയും അസംഖ്യം പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഇതെല്ലാ കാലത്തും ഇത്തരം പ്രവണതകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ കാലഘട്ടത്തിൽ അത് അല്പം വർദ്ധിച്ച നിലയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പലതരത്തിലാണ് ഈ അപകടം. അപ്പോൾ നമ്മളതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളൊക്കെ ഇന്ന് ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ നമ്മളെടുത്തു കഴിഞ്ഞാൽ ഓരോ ദിവസങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ക്ഷേത്രങ്ങളെയും നമ്മുടെ ദൈവവിശ്വാസങ്ങളെയും അവഹേളിക്കുന്ന നിരവധി പോസ്റ്റുകൾ ഇടുന്ന സ്വഭാവം ചിലർക്കുണ്ട്. നമ്മുടെ ഈശ്വര പൂജകളെ നിന്ദിക്കുക. ഇതാകെ ഹിന്ദു ധർമ്മത്തെ മാത്രമാണ് ഇങ്ങനെ പരിഹസിക്കുന്നത്. കാരണം എന്താ? മറ്റുള്ളവരോട് തൊട്ട് കളിച്ചാൽ കൊള്ളും എന്നറിയാം. മനസ്സിലായില്ലേ? കാരണം അവർക്കൊരു ഐക്യമുണ്ട്. അവർക്ക് അവരുടെ ഈശ്വര കാര്യം കഴിഞ്ഞിട്ട് മാത്രമേ അവർക്ക് രാഷ്ട്രീയമുള്ളൂ, കുടുംബം, മറ്റെല്ലാ കാര്യങ്ങളും ഉള്ളൂ. നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈശ്വര കാര്യത്തിന് പുറകിൽ പോകുന്നത്. അവരെ പോലെ ആവണം എന്നല്ല പറയുന്നത്, പക്ഷേ ഒന്നിച്ച് നിൽക്കാൻ നമുക്കുള്ള മനസ്സ് നമ്മൾ ഉണ്ടാവണം. അപ്പോൾ ചോദിക്കും, പണ്ടേ നമുക്ക് ഒരുമയില്ലായിരുന്നു എന്ന് ചോദിക്കും. ഇല്ല, പണ്ട് നല്ല ഒരുമയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് നമ്മൾ മറ്റുള്ളവരുടെ കൈകളിലെ കളിപ്പാവയായി മാറി. പലരും നമ്മുടെ അജ്ഞാനത്തെ മുതലെടുത്തു. മനസ്സിലായില്ലേ? ജാതീയതയുണ്ട്, ചാതുർവർണ്ണയുണ്ട്, തൊട്ടുകൂടായ്മയുണ്ട്, നിങ്ങൾ തമ്മിൽ ഒരിക്കലും ഒന്നിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, മനസ്സിലാവുന്നുണ്ടോ, നമ്മളെ പല തട്ടുകളായി വിഭജിക്കുന്നതിൽ നല്ല കുറുക്കന്മാരുടെ ബുദ്ധിയുള്ളവർ വിജയിച്ചിട്ടുണ്ട്. എന്തിനാണ് ഇവരത് വിഭജിച്ചതെന്ന് ചോദിച്ചാൽ, അവർക്ക് അതുകൊണ്ട് പല മുതലെടുപ്പുകളുമുണ്ട്. മനസ്സിലായില്ലേ? രാഷ്ട്രീയപരമായി, സാമൂഹികപരമായി. കാര്യം ഒന്നിച്ച് നിൽക്കുന്നവനാണ് നേട്ടങ്ങൾ കിട്ടുന്നത് ജീവിതത്തിൽ, അല്ലേ? ശരിയല്ലേ? ഏതൊരു കാര്യവും അവകാശവും നേടിയെടുക്കാൻ ഒരുമ വേണം. അപ്പം നമുക്ക് അവകാശങ്ങൾ ലഭിക്കാതിരിക്കാനും ചില അവകാശങ്ങൾ ചിലർക്ക് നേടാനും വേണ്ടി അവരെന്ത് ചെയ്തു? നമ്മളെ തമ്മിൽ കലഹിപ്പിച്ചു, പലതട്ടിലാക്കി. ചിലർക്ക് നമ്മൾ ഒന്നിച്ചാൽ അവരുടെ അധികാരങ്ങൾക്ക് കേടുവരുമെന്ന് കണ്ടപ്പോൾ രാഷ്ട്രീയപരമായ ദുർചിന്തയോടെ ഈ കാലഘട്ടത്തിലും നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ഒന്നാണ് എന്താണ്? ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം, അല്ലേ? ജാതി വ്യവസ്ഥയുണ്ട്, ചാതുർവർണ്ണ്യ വ്യവസ്ഥയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മുന്നിൽ ഈ കാലഘട്ടത്തിൽ നമ്മുടെ മുന്നിൽ ചില കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ വന്ന് പ്രചരിപ്പിക്കുന്നവർ വളരെ കൂടുതലായിട്ട് നമ്മുടെ മുന്നിലുണ്ട്. നമ്മളിതൊക്കെ കൃത്യമായി തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. ഇവിടെ നമ്മുടെ ഭഗവത്ഗീത, ഇവിടെ നമ്മുടെ ഈ യജ്ഞത്തിൻ്റെ എല്ലാ ദിവസവും നമ്മുടെ യജ്ഞത്തിൻ്റെ പ്രധാന പൂജ നടത്തിയിട്ടുള്ളവർക്ക് പ്രസാദമായിട്ട് നമ്മുടെ ഈ ക്ഷേത്രത്തിൽ നിന്ന് ഈ വർഷം ആ ദേവപ്രസാദത്തോടൊപ്പം തന്നെ ജ്ഞാനപ്രസാദം എന്ന നിലയിൽ ഭഗവത്ഗീത കൂടി നമ്മളെല്ലാവർക്കും ഇവിടെ കൊടുത്തിരുന്നു. ഇവിടെ പൂജ നടത്തിയിട്ടുള്ളവർക്കൊരു പ്രസാദം കൊടുത്തിരുന്നു. ഈ ഭഗവത്ഗീതയിൽ നമുക്കറിയാം, ഈ ഭഗവത്ഗീത ഇന്നോ ഇന്നലെ എഴുതിയതാണോ? ആണോ? ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനന് യുദ്ധക്കളത്തിൽ ഉപദേശിച്ചതാണ് ഭഗവത്ഗീത. ആ ഭഗവത്ഗീത ജ്ഞാനത്തെയാണ് 700 ശ്ലോകങ്ങളിലാക്കി ആര് വ്യാഖ്യാനിച്ചു തന്നത്? വ്യാസൻ നമുക്ക് പകർന്നത്. അതിൽ നിന്ന് സെലക്ട് ചെയ്ത 108 ശ്ലോകങ്ങളും അതിൻ്റെ അർത്ഥവുമാണ് ഇവിടുത്തെ ഈ പ്രസാദം എന്ന നിലയിൽ നമുക്ക് ഇവിടെ നിന്ന് നൽകിയിട്ടുള്ളത്. ഇനി ഈ പൂജ നടത്തിയവർക്ക് മാത്രമല്ല, നമുക്ക് ആ പുസ്തകം കുറേ അധികം നമ്മുടെ സെക്രട്ടറി അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് യജ്ഞത്തെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഞാനും സൂചിപ്പിച്ചപ്പോൾ അദ്ദേഹം ശ്രീരാമകൃഷ്ണ ആശ്രമത്തിൽ നിന്ന് ഈ പുസ്തകം വാങ്ങി അദ്ദേഹത്തിൻ്റെ കയ്യിൽ കുറേ കോപ്പി ഉണ്ടെന്നാണ് തോന്നുന്നത്. നമുക്ക് ആവശ്യമുള്ളവർക്ക് അതിൻ്റെ ആ ഒരു പൈസ കൂടി കൊടുത്ത് അത് വാങ്ങി ജീവിതത്തിൽ ഉപയോഗിക്കാം. അപ്പം പുസ്തകം കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാനിത് പറയുന്നത്. ഒരാൾ പൈസ കൊടുത്ത് വാങ്ങിയ പുസ്തകം എല്ലാവർക്കും സൗജന്യമായിട്ട് എപ്പോഴും കൊടുക്കാൻ പറ്റിയെന്ന് വരില്ലല്ലോ, അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ആ പുസ്തകം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ വാങ്ങുക, ഇല്ലെങ്കിൽ അദ്ദേഹം വഴി തന്നെ അത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിനായി പുസ്തകം വാങ്ങാൻ ഞാൻ പറഞ്ഞു വെച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ട അമൂല്യമായ അറിവ്. ഇപ്പോൾ 700 ശ്ലോകവും നമുക്ക് പഠിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പോലും ഏറ്റവും കുറഞ്ഞതൊരു 108 ശ്ലോകവും അതിൻ്റെ അർത്ഥം, ശ്ലോകം കാണാതെ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, സംസ്കൃത പദ്യമാണ്, പക്ഷേ മലയാളത്തിൽ അതിൻ്റെ അർത്ഥം നല്ലതുപോലെ വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ട്. ആ അർത്ഥം വായിച്ച് മനസ്സിലാക്കുന്ന നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു മുന്നേറ്റം
അറിവിൻ്റേതായ ഒരു വളർച്ച നമുക്കുണ്ടാവും. ഇവിടെ പറഞ്ഞു വന്നത് ഈ ജാതീയത പറഞ്ഞിട്ടാണല്ലോ ഹിന്ദുവിനെ ഏറ്റവും കൂടുതൽ തമ്മിലടിപ്പിക്കുന്നത്. ഇവിടെ സാക്ഷാൽ ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് ഉപദേശിക്കുമ്പോൾ അർജുനോട് പറയും, അർജുന, പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ അതായത് അറിവുള്ളവൻ്റെ ലക്ഷണം. മനസ്സിലായില്ലേ? അപ്പം എവിടെയാണ് ഈ ജാതീയതയും മറ്റു ചിന്തകളും ഒക്കെ വരുന്നതെന്ന് വെച്ചാൽ അറിവില്ലാത്തടത്താണ്. അറിവില്ലാത്തവരെയാണ് ഇത് പറഞ്ഞ് തമ്മിലടിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ അറിവുള്ളവനെയാണ് പണ്ഡിതൻ എന്ന് വിളിക്കുന്നത്. മനസ്സിലായില്ലേ? പാണ്ഡിത്യമുള്ളവൻ പണ്ഡിതൻ, അറിവുള്ളവൻ പണ്ഡിതൻ. ഈ അറിവ് എല്ലാവർക്കും നേടാം, ആർക്കും പ്രത്യേകതയൊന്നുമില്ല. ഉണ്ടോ? എല്ലാവർക്കും നേടാം. നമ്മൾ ഭാഗവതത്തിൽ കണ്ടത് അസുരൻ്റെ മകനായ പ്രഹ്ലാദൻ അറിവ് നേടിയില്ലേ? അതുകൊണ്ടല്ലേ ഹിരണ്യകശിപു എത്ര ഭയപ്പെടുത്തിയിട്ടും ഭക്തിയിൽ നിന്നും മാറാതെ നാരായണ നാരായണ ജപിച്ച് നരസിംഹഭാവത്തിൽ ഭഗവാനെ കണ്ടതും ആ ഭഗവാനെ പ്രഹ്ലാദൻ സ്തുതിക്കുന്ന സ്തുതിയാണ് ഭാഗവതത്തിലെ ഏറ്റവും പ്രധാന വേദാന്ത സ്തുതി. മനസ്സിലായില്ലേ? സർവ അജ്ഞാനത്തെയും കളയുന്ന ആ വേദാന്ത സ്തുതിയാണ് പ്രഹ്ലാദ സ്തുതി എന്ന് പറയുന്നത്. അത്രയും ജ്ഞാനം ഉണ്ടായിരുന്നു. ഇവിടെ ഭാഗവതം രചിച്ച വ്യാസൻ അരയകുലത്തിൽ ജനിച്ച ആളാണ്. മുക്കുവ കുടുംബമാണ് വ്യാസൻ്റെ അമ്മ, മുക്കുവ സ്ത്രീയാണ് അല്ലേ? ആ ഭഗവാന്റെ ആ വ്യാസൻ്റെ ഭാഗവതം അല്ലേ നമ്മൾ അമ്പലത്തിൽ വായിക്കുന്നത്? മനസ്സിലായില്ലേ? ഇനി ശ്രീകൃഷ്ണ ഭഗവാന്റെ ജാതിയും കുലവും ഒന്ന് തിരക്കിയാലോ? ഭഗവാന് ജാതി ഇടാനല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ യാദവ കുലത്തിലല്ലേ ഭഗവാൻ ജനിച്ചത് അല്ലേ? ഈ യാദവ കുലം ഇന്നത്തെ സെൻസസ് വെച്ച് നോക്കിയാൽ, ഇന്നത്തെ ജാതി സെൻസസ് വെച്ച് ഭരണഘടനാപരമായി നോക്കിയാൽ പട്ടികജാതി പട്ടികവർഗത്തിൻ്റെ 8ാമത്തെ പട്ടികയിൽപ്പെട്ട ആളാണ് അകത്തിരിക്കുന്നത്. മനസ്സിലായോ? അയ്യോ ഞങ്ങൾ അറിഞ്ഞായിരുന്നെങ്കിൽ ഞങ്ങൾ പൂജിക്കില്ല എന്നാരെങ്കിലും പറയൂ? പറഞ്ഞു മനസ്സിലായില്ലേ? യാദവ കുലം എന്ന് പറഞ്ഞാൽ ഇന്ന് പട്ടികജാതി പട്ടികവർഗത്തിൻ്റെ 8ാമത്തെ പട്ടികയിലാണ് അതിൻ്റെ സ്ഥാനം. നമ്മൾ ഈ ജാതി സെൻസസിൻ്റെയൊക്കെ ഇന്ന് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ മതി. നിങ്ങൾ വീട്ടിൽ പോയിട്ട് ജാതി സെൻസസ് യാദവ വംശം ഏതിൽ പെടുന്നു എന്ന് നോക്കിയാൽ അത് 8ാമത്തെ പട്ടിക കൃത്യമായി കാണിച്ചു തരും. ഇനി വർണ്ണവിവേചനം ഉണ്ടെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റുമോ? ഏറ്റവും ശക്തിയിൽ ദേവിയെ ആരാധിക്കുമ്പോൾ അത് കാളിയായിട്ടാണ്. കാളിയുടെ നിറം ഏതാ? നല്ല കറുപ്പാണ് അല്ലേ? അപ്പോൾ വർണ്ണവിവേചനം ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? മനസ്സിലായില്ലേ? നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് മറുപടിയാണ് പറയുന്നത്. നിങ്ങളോട് ഞാൻ ചോദ്യം ചോദിക്കുന്നതല്ല. ഇനി കൃഷ്ണൻ്റെ നിറം ഏതാ? നല്ല കറുപ്പാണ്. ഇനി മനുഷ്യനിൽ തന്നെയുള്ള ജാതി വിവേചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ദൈവവിശ്വാസം എന്ന് പറയാൻ പറ്റുമോ? പന്നിയായിട്ട് ജനിച്ചിട്ടുണ്ട് നാരായണൻ അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? പന്നിയായിട്ട് ജനിച്ചിട്ടുണ്ട്, ആമയായി ജനിച്ചിട്ടുണ്ട്, മത്സ്യമായി ജനിച്ചിട്ടുണ്ട്. ഉണ്ടോ ഇല്ലയോ? പിന്നെ ഭഗവാൻ പറയുന്നു സർവ്വതിലും നിലനിൽക്കുന്നത് ഞാൻ തന്നെയാണ്. ഇനി ഇവിടെ ഭഗവത്ഗീതയിൽ ഭഗവാൻ പണ്ഡിതൻ്റെ ലക്ഷണം പറയുമ്പോൾ പറയും, വിനയസമ്പന്നേ ബ്രാഹ്മണേ ഹവിഹസ്തിനി ശുനീചൈവ ശ്വാഭാഗേ പണ്ഡിത സമദർശന എന്നൊരു ശ്ലോകത്തിലൂടെയാണ് അർജുനനെ ഉപദേശിക്കുന്നത്. 5ാമത്തെ അധ്യായത്തിലെ 18ാമത്തെ ശ്ലോകം. മനസ്സിലായോ? അവിടെ ആ ഉപദേശിക്കുന്ന ശ്ലോകത്തിൽ അർജുനോട് പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്: വിദ്യ കൊണ്ട് വിനയാദി സദ്ഗുണങ്ങൾ കൊണ്ട് സമ്പന്നനായ മനുഷ്യനിലും. മനസ്സിലായില്ലേ? വിദ്യയും വിനയവും സർവ്വഗുണങ്ങളും ചേരുന്ന ആളിനെയാണ് നമ്മൾ ബ്രാഹ്മണൻ എന്ന വാക്കുകൊണ്ട് പറയുന്നത്. അല്ലാതെ അച്ഛനും അമ്മയും നമ്പൂതിരി ആയിട്ട് മോൻ ബ്രാഹ്മണനാണെന്നുള്ള അർത്ഥമല്ല. അതൊരു ജാതിയാണ്. നമ്പൂതിരി, നമ്പ്യാതിരി, നമ്മൾ പറയുന്ന നായർ, ഈഴവർ, അല്ലെങ്കിൽ കുറവൻ, പുലയൻ എന്നൊക്കെ പറയുന്ന ജാതീയ കാഴ്ചപ്പാടാണ്. മനസ്സിലായില്ലേ? അത് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ചാതുർവർണ്ണയമായിട്ടൊന്നും ഒരു ബന്ധം ഉള്ളതല്ല. ചാതുർവർണ്ണയത്തിൽ 4 വിഭാഗമേ ഉള്ളൂ. ഏതൊക്കെയാണ്? ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. ഇത് 4ഉം കർമ്മം കൊണ്ടാണ്. പറഞ്ഞു മനസ്സിലായില്ലേ? ജന്മം കൊണ്ടല്ല. ജന്മനാ ജായതേ ശൂദ്ര. ജന്മം കൊണ്ട് എല്ലാവരും ജനിക്കുന്നത് ശൂദ്രനെ പോലെയാണ്. പിന്നെ എപ്പോഴാണ് അവർ ഓരോ തലത്തിലേക്ക് എത്തുന്നത്? കർമ്മം കൊണ്ടാണ്. ബ്രഹ്മജ്ഞാനേതി ബ്രാഹ്മണ. ബ്രഹ്മജ്ഞാനം നേടിയാൽ, ജ്ഞാനം നേടി വളരുന്നവനെ ആരായും കാണും? അറിവുള്ളവനായി കാണും. അവനെയാണ് ബ്രാഹ്മണൻ എന്ന് പുരാണത്തിൽ സങ്കല്പിച്ചത്. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ പൂണൂലിടുന്നവനെയോ കുടുംബ വച്ചവനെയോ അച്ഛനും അമ്മയുടെയും കുലം കൊണ്ട്, മനസ്സിലായോ, അവകാശവാദത്തിൽ ജനിക്കുന്ന ആളിനെ ഒരിക്കലും നമ്മുടെ ചാതുർവർണ്ണ്യ സിദ്ധാന്തപ്രകാരമുള്ള കർമ്മവിഭാഗത്തിലെ ബ്രാഹ്മണനായി കണ്ടിട്ടില്ല.
അപ്പം ജന്മന ജായതേ ശൂദ്ര, പിന്നെ കർമ്മം കൊണ്ടാണ്. അവിടെയാണ് പറഞ്ഞത് ബ്രഹ്മജ്ഞാനമുള്ളവൻ. മനസ്സിലാവുന്നുണ്ടോ? അച്ഛനും അമ്മയും ശ്രേഷ്ഠമായ കുലത്തിൽ ജനിച്ചു എങ്കിലും ആ ബോധവും അതിനനുസരിച്ചുള്ള വിദ്യയും മക്കൾക്കില്ലെങ്കിൽ ആ മക്കളെ സമൂഹത്തിൽ മാനിക്കപ്പെടേണ്ടവരാണോ? ആണോ? അതുകൊണ്ടാണ് പണ്ടുള്ളവർ പറയും നല്ല കുടുംബത്തിൽ ആരും ജനിക്കും, ചില മോശപ്പെട്ടവരും ജനിക്കില്ലേ. നമ്മൾ ഇന്നലെ രുക്മിണി സ്വയംവരം പറഞ്ഞപ്പോൾ കേട്ടു, രുക്മിണിയോടൊപ്പം ജനിച്ച രുക്മി വഴിതെറ്റിപ്പോയി അല്ലേ? ഭഗവാന്റെ ശത്രുവായിരുന്നു. രുക്മിണിയുടെ സഹോദരനായ രുക്മി മോശപ്പെട്ട അവസ്ഥയിൽ രുക്മിണി നല്ല ഗുണത്തോടു കൂടിയും വന്നു. ഇനി മോശപ്പെട്ട അച്ഛനും അമ്മയുമായിരുന്നു ഹിരണ്യകശിപുവും ഒക്കെ. ആ മോശപ്പെട്ട അച്ഛനാണ് സദ്ഗുണനായിട്ടുള്ള പ്രഹ്ലാദൻ ജനിച്ചത്. പറഞ്ഞ ആശയം മനസ്സിലായില്ലേ? അപ്പോൾ ജന്മകുലത്തിൻ്റെ പാരമ്പര്യം കൊണ്ടുള്ള മഹത്വമല്ല ഒരു മനുഷ്യനെ ശ്രേഷ്ഠനാക്കുന്നത്, അവൻ ആർജിച്ചെടുക്കുന്ന കഴിവും അറിവുമാണ്. നമ്മൾ ഏത് കുലത്തിൽ വേണമെങ്കിലും ജനിക്കാം, പക്ഷേ ആ ജനിച്ച നമ്മൾക്ക് നല്ല വഴി തിരഞ്ഞെടുക്കാൻ സാധിച്ചാൽ നമ്മൾ നന്നായി. അമേദ്യോത്തമ കാഞ്ചനം നീജോപാദോത്തമം വിദ്യ സ്ത്രീരത്നാം ദുഷ്കുലാതവി എന്നൊരു നീതിസാരവാക്യമുണ്ട്. നമ്മൾ ചെളിക്കുണ്ടിലാണ് നമ്മളൊക്കെ ഏറ്റവും വിലപിടിപ്പുള്ളതായി ധരിക്കുന്ന സ്വർണം ലഭിക്കുന്നത്. ശരിയല്ലേ? ഭൂമിയിൽ നിന്നല്ലേ? ആണോ? അഴുക്കും മാലിന്യമൊക്കെ വലിച്ചെറിയുന്ന ഭൂമിയിൽ നിന്നാണ് നമ്മൾ ഖനനം ചെയ്ത് സ്വർണം എടുക്കുന്നത്. എന്ന് വെച്ച് സ്വർണം എനിക്ക് വേണ്ട, ഇതെല്ലാം മാലിന്യമുള്ളതാണെന്ന് ആരെങ്കിലും പറയാറുണ്ടോ? അവർ സ്വീകരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഏറ്റവും മോശപ്പെട്ടതെന്ന് പോലും നല്ലത് സ്വീകരിക്കാം. ഇനി നമ്മൾ ഔഷധങ്ങൾ സ്വീകരിക്കുന്ന ഇവിടെ പ്രകൃതിയിലുള്ള വസ്തുക്കളിൽ നിന്ന് വേണ്ടതിനെ നമ്മൾ സ്വീകരിക്കും. അതുപോലെ തന്നെ നീചന്മാരായ വ്യക്തികളിൽ നിന്ന് പോലും നല്ല വിദ്യയുണ്ടെങ്കിൽ സ്വീകരിക്കാം. മനസ്സിലാവുന്നുണ്ടോ? ഇനി അതുപോലെ തന്നെ ദുഷിച്ച കുലത്തിൽ ജനിച്ചവളാണെങ്കിലും നല്ല സ്വഭാവ മഹിമയുണ്ടെങ്കിൽ ആ പെൺകുട്ടിയെ സ്വീകരിക്കാം. കുലമല്ല പ്രധാനം, അവരുടെ ഗുണമാണ്, ഓരോ വ്യക്തിയുടെയും ഗുണമാണ്. അപ്പോൾ ഇവിടെ പറയുന്നു, വിദ്യ കൊണ്ടും വിനയം കൊണ്ടും സദ്ഗുണങ്ങൾ കൊണ്ടും ശ്രേഷ്ഠനായ ബ്രാഹ്മണനിലും. ബ്രാഹ്മണൻ എന്ന വാക്കിൻ്റെ അർത്ഥം വിശദിച്ച് പറഞ്ഞാണ്. അത് കഴിഞ്ഞാൽ പക്ഷു മൃഗാദികളിൽ, പശുവിലാണെങ്കിലും ആനയിലാണെങ്കിലും പട്ടിയിലാണെങ്കിലും, ഇനിയോ പട്ടിമാംസം കഴിക്കുന്ന ചണ്ടാളനിലാണെങ്കിലും, ഏറ്റവും മോശമായി ജീവിക്കുന്ന മനുഷ്യനിലാണെങ്കിലും, മനസ്സിലാവുന്നുണ്ടോ? സർവരിലും ഒരേ ഈശ്വരനെ, ഒരേ പരമാത്മ ചൈതന്യത്തെ ദർശിക്കുകയും എല്ലാത്തിനെയും ഒരു ഈശ്വരൻ്റെ തന്നെ വിവിധ ഭാവങ്ങളായി കാണുന്നവനാരോ അവനാണ് പണ്ഡിതൻ. മനസ്സിലായില്ലേ? യഥാർത്ഥ അറിവുള്ളവൻ ഈ പ്രപഞ്ചത്തിലുള്ള ഒന്നിനെയും ഭേദവിചാരമില്ലാതെ എല്ലാത്തിനെയും ഉന്നതമായി കാണുന്നവരാണ്. ഈ ശാസ്ത്രബോധത്തെ ചിലർ മറച്ചു വെച്ചിട്ടുണ്ട്, ചിലരതിനെ ദുഷിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പിന്നീട് ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ ഹിന്ദുവിൻ്റെ ശാസ്ത്രം കൊണ്ടല്ല. ആ തെറ്റായ പ്രവണതകളെ മാറ്റിക്കളയുകയും യഥാർത്ഥ പ്രമാണത്തെ നമ്മൾ ഉയർത്തിപ്പിടിക്കുകയും ചെയ്താൽ ഇന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഈ തെറ്റായ വ്യാഖ്യാനങ്ങൾ, നമ്മുടെ ധർമ്മത്തെ അവഹേളിക്കുന്ന വ്യാഖ്യാനം അക്ഷരാർത്ഥത്തിൽ തെറ്റാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇങ്ങനെ പല ആചാരങ്ങളെയും, ഇപ്പോൾ ഈ ഇതിനെ മാത്രമല്ല, ഈ സോഷ്യൽ മീഡിയയിലൂടെ ഇന്ന് നേരിടുന്ന വലിയൊരു അപകടം, നമ്മളെ കൂടുതലും നമ്മുടെ കുട്ടികളെ, വിദ്യാർത്ഥികളായ കുട്ടികളെ ചില വിദ്യാർത്ഥി ഗ്രൂപ്പുകൾ ഹൈജാക്ക് ചെയ്യാറുണ്ട്. അവർ ചില ഗ്രൂപ്പുകളിലേക്ക് കൊണ്ടുപോകും. ക്ലബ്ബ് ഹൗസ് അതുപോലെയുള്ള ചില സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ കൊണ്ടുപോയിട്ട് ആ ഗ്രൂപ്പുകളിൽ ഇരുന്നു കൊണ്ട് നല്ല മതപഠനം നടത്തിയ ഇതര മതവിഭാഗങ്ങളിൽപ്പെട്ട പലരും നമ്മുടെ ദൈവങ്ങളെ കളിയാക്കിക്കൊണ്ടുള്ള ചില ചോദ്യങ്ങൾ ചോദിക്കും. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ ഇപ്പോഴത്തെ രീതി അനുസരിച്ച് നമ്മുടെ ഈശ്വര സ്വരൂപങ്ങളെക്കുറിച്ച് ചോദിച്ചാൽ ഉത്തരം പറയാനുള്ള പഠനം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടുവണ്ണം ഉണ്ടോ ഇല്ലയോ? ഇല്ല. അത് നമ്മൾ അംഗീകരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇന്നലെ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞ അങ്ങനെയുള്ള പഠനം ആവശ്യമാണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഉത്തരവില്ല. ആ ഉത്തരമില്ലാത്ത അവസ്ഥയിൽ അവരെ തലകുനിയും. ഈ അവസരത്തിൽ അവരുടെ മതചിന്തകൾ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് അടിച്ചേൽപ്പിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളിൽ പലരും നമ്മുടെ ഈശ്വര വിശ്വാസത്തിൽ നിന്ന് അകലുക മാത്രമല്ല ഇതര വിശ്വാസത്തിലേക്ക് പോയി ചേരുകയും ചെയ്യുന്ന വളരെ ഗൂഢാലോചനകൾ ഇന്ന് നടക്കുന്നുണ്ട്. ഇത് വിവാദം ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നതല്ല, പരിപൂർണമായ യാഥാർത്ഥ്യത്തെ പറയുന്നതാണ്. ഇപ്പോൾ എന്നെ ഒരിക്കലൊരു പെൺകുട്ടി, കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടി, പരിചയമുള്ളൊരു കുട്ടി എന്നെ കൊണ്ടുവന്നൊരു ഒരു ചർച്ച കാണിച്ചു. ആ മൊബൈലിൽ വന്ന ചർച്ച. അതിൽ ചോദിച്ച ചോദ്യം, നിങ്ങളുടെ ഈ അമ്പലത്തിലിരിക്കുന്ന ദേവി തലയോട്ടിയുടെ മാലയൊക്കെ ഇട്ട് നാക്കൊക്കെ നീട്ടി
ഒരാളെ തലയൊക്കെ വെട്ടി കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുകയല്ലേ? ഇങ്ങനെയുള്ള ഭീകരമായ ഈ ദേവതയൊക്കെയാണോ നിങ്ങൾ ആരാധിക്കുന്നത്? നിങ്ങളൊക്കെ പ്രാകൃതമല്ലേ? ഒരാളുടെ തല വെട്ടി പിടിക്കുന്ന ദൈവമാണോ ആരാധനയ്ക്ക് വേണ്ടത്? ആരെ? ഭദ്രകാളിയെ ഉദ്ദേശിച്ചിട്ടാണ്. ഇതിന് മറുപടി പറയാൻ ഇത്രയും കാലം ഭക്തരായി ജീവിച്ച നമുക്ക് സാധിക്കൂ? മറുപടി ഇല്ലാത്തത് കൊണ്ടല്ല, ഈ മറുപടി കണ്ടെത്താത്തത് കൊണ്ടാണ്. പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? മറുപടി ഉണ്ട്. അതുപോലെ തന്നെ പിന്നീടൊരു ചോദ്യം അത് കാണിച്ചാണ് വേറൊരു ദിവസം നടന്ന ചർച്ച. ഈ മൂന്നാമതൊരു കണ്ണൊക്കെ വെച്ചുകൊണ്ട് കഴുത്തിൽ പാമ്പിനെയൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്ന, ഭസ്മമൊക്കെ പൂശി തുണി പോലും ഉടുക്കാതെ മരവുരിയൊക്കെ ഉടുത്ത് നടക്കുന്ന ആളിനെ എങ്ങനെ ദൈവമെന്ന് വിളിക്കാൻ പറ്റും? നിങ്ങളൊക്കെ ഇപ്പോഴും ഈ അന്ധവിശ്വാസത്തിൽ പ്രാകൃതമായിട്ടാണ് ജീവിക്കുന്നത്. നിങ്ങളൊക്കെ ഡിഗ്രിക്ക് പഠിക്കുന്നവരല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഈ ചോദ്യം കൂട്ടുകാരികൾ ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുമോ? മൂന്നാമത് കണ്ണുള്ള ശിവനാണ്. മൂന്നാമത് ഇവിടെ ഒരു കണ്ണ് വരും, അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ മറുപടി ഉണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഇതുപോലെ തന്നെ ഗണപതിയെക്കുറിച്ച് ആനയുടെ തലയും മനുഷ്യൻ്റെ ശരീരവും വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ദേവൻ ഇരിക്കുന്നതെന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ പലതരത്തിൽ ഉള്ള ചോദ്യങ്ങൾ ചോദിച്ചതിന് ശേഷം അവരുടെ വിശ്വാസത്തെക്കുറിച്ച് പിന്നെ ചർച്ച ചെയ്യും. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് തോന്നുന്നു ശരിയാണല്ലോ, നമ്മുടെ ദൈവം ഇങ്ങനല്ലേ, നമ്മുടെ ദൈവം അങ്ങനല്ലേ, അപ്പോൾ എന്താ മൂന്നാമത്തെ കണ്ണുണ്ടോ? അതെങ്ങനെ ഉണ്ടാവാനാ? കാരണം ഇതിനൊക്കെ വേറെ അർത്ഥമുണ്ട്. മനസ്സിലായില്ലേ? മഹാവിഷ്ണു കടലിൽ പാമ്പ് കൊണ്ട് മെത്ത പോലെ ചുറ്റി അതിൽ കിടക്കുന്നു. അങ്ങനെ കിടക്കാൻ പറ്റുമോ? ഈ ചോദ്യം കേട്ടാൽ അതിന് ഉത്തരം പറയാൻ നമുക്കറിയോ? നമ്മളെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്താ? അവരിങ്ങനെയുള്ള സംശയങ്ങൾ എന്തെങ്കിലും ഒരിക്കൽ നമ്മളോട് ചോദിച്ചാൽ നമ്മൾ ഉടനെ തലയ്ക്ക് അടി കൊടുക്കും. കൊച്ചു വായിലാന്നോടാ വലിയ വർത്താനം. അങ്ങനെയൊന്നും ചോദിക്കല്ലേ മക്കളെ, ദൈവകോപം ഉണ്ടാവും, ഭയപ്പെടുത്തും അല്ലേ? ഇതാണ് നമ്മൾ ചെയ്യുന്ന പരിപാടി. എന്താ? അതോടുകൂടി ആ കുഞ്ഞുങ്ങൾക്ക് അറിവിലേക്ക് വരാനുള്ള അവസരം നഷ്ടപ്പെടുത്തി. നമുക്കറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അറിയാവുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കിയോ പഠിച്ചു മനസ്സിലാക്കിയോ എന്ത് ചെയ്യണം? നമ്മളെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. നേരെ മറിച്ച് അവർക്കറിയാനുള്ള ആഗ്രഹത്തെ എന്ത് ചെയ്യരുത്? ഇല്ലാതാക്കരുത്. പിന്നെ നമ്മളിടയിൽ വന്നു ചേർന്നിട്ടുള്ള ഏറ്റവും വലിയ ഒരു അപകടം, ഹിന്ദുവിൻ്റെ ആരാധനയിൽ വന്നിട്ടുള്ള ഒരു വലിയ അപകടം, ആരോ ഒക്കെയോ അവരുടെ വിശ്വാസങ്ങളിൽ പറഞ്ഞത് കേട്ട് നമ്മുടെ വിശ്വാസത്തെ അറിയാൻ നമ്മൾ ഏറ്റുപിടിച്ചു. ദൈവഭയം. ഈ ദൈവഭയം എന്നത് ജീവിതത്തിൽ വേണോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ദൈവഭയം വേണോ? ഉറക്കപ്പറ, വേണോ? ഇവിടെ കേട്ടില്ല. വേണം. ഇത്രയും പ്രായമായിട്ട് പോലും നേരെ ചൊവ്വേ നമ്മുടെ വിശ്വാസത്തെ പഠിക്കാത്തത് വളരെ ലജ്ജാവഹമാണ്. ഹിന്ദുവിൻ്റെ ശാസ്ത്രം വളരെ കൃത്യമായി പഠിപ്പിക്കുന്ന അടിസ്ഥാന പ്രമാണം, അതുകൊണ്ടാണ് പറഞ്ഞ ഭക്തിയെ പഠിക്കണം നമ്മൾ. അടിസ്ഥാന പ്രമാണം ദൈവഭയം എന്നത് ജീവിതത്തിൽ ഉണ്ടാവില്ല. ദൈവത്തിനെ ഭയക്കരുത്. ദൈവത്തെ ആരാധിക്കാം, ബഹുമാനിക്കാം, സ്നേഹിക്കാം. മനസ്സിലായില്ലേ? ഭയമല്ല ഈശ്വരനോട് വേണ്ട വികാരം. ഭയം എന്നത് നമ്മുടെ ജീവിതത്തെ തകർക്കുന്ന ദുർഗുണമാണ്. നമുക്ക് എന്ത് ഗുണങ്ങളുണ്ടായാലും ആ ഗുണങ്ങളെ നശിപ്പിക്കുന്ന ദുർഗുണമാണ് ഭയം. നമ്മുടെ ഭഗവാൻ കൃഷ്ണൻ ഗീതയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഒരു ഭക്തന് അല്ലെങ്കിൽ ഒരു നല്ല വ്യക്തി, ഭക്തനെ അവിടെ മാറ്റി വെക്കാം, ഒരു നല്ല വ്യക്തിക്ക് ആദ്യമുണ്ടാകേണ്ട സദ്ഗുണം എന്ന് പറയുന്നത്, ദൈവീകമായ സമ്പത്ത് എന്ന് പറയുന്നതിൽ ആദ്യത്തെ ഘടകം 26 ഗുണങ്ങളാണ് ഭഗവാൻ പറയുന്നത്. അതിൽ ആദ്യത്തെ ഗുണം ഭഗവാൻ പറയുന്നത് ഭയമില്ലാത്ത അവസ്ഥ, നിർഭയത്വം. അഭയം തത്വസംശുദ്ധിർ ജ്ഞാനയോഗ വ്യവസ്ഥിതി ദാനം ദമച്ച യജ്ഞസ്യ സ്വാധ്യായ സ്തപ ആർജവം എന്ന് ഭഗവാൻ ആ ശ്ലോകം ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് 3 ശ്ലോകത്തിലൂടെ 26 ഗുണം പറയുമ്പോൾ അതിൽ ആദ്യത്തെ ഗുണം അഭയം. അഭയം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പട്ടി ഓട്ടിക്കുമ്പോൾ പിടിച്ചു നിർത്തുന്ന ആ അഭയം മലയാളത്തിൽ അർത്ഥമല്ല ഇവിടെ എടുക്കേണ്ടത്, ഭയമില്ലാത്ത അവസ്ഥ. മനസ്സിലായില്ലേ? ഭയമുണ്ടാവരുത്. ഭയം വന്നാൽ നമ്മുടെ ജീവിതത്തിൽ എളുപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ചില ഉദാഹരണം പറയാം. നിങ്ങൾ നല്ലതുപോലെ നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചു, പരീക്ഷാ ഹാളിൽ ചെന്നു. 50 ക്വസ്റ്റ്യൻ ഉള്ളതിൽ 45 ക്വസ്റ്റ്യനും ഉത്തരവും ആ കുട്ടിക്ക് അറിയാം. പക്ഷേ 5 ചോദ്യത്തിന് ഉത്തരം പഠിച്ചതിലില്ല. ഈ 5 ചോദ്യത്തിൻ്റെ ഉത്തരമില്ല എന്ന് പറഞ്ഞ് കുട്ടിക്കൊരു ഭയം വന്നാൽ, ഒരു ടെൻഷൻ വന്നാൽ, ബാക്കി അറിയാവുന്ന 45 ഉത്തരം കൂടി മറന്നുപോയില്ലേ? അതിൽ പലതും പോവോ ഇല്ലയോ?
പഠിച്ചത് കൂടി മറന്നു. ഇനി നല്ലതുപോലെ പാട്ട് പഠിച്ചൊരു കുട്ടി ഒരു വേദിയിൽ പാടാൻ കയറുമ്പം മുന്നിലിരിക്കുന്ന എല്ലാവരെയും കണ്ട് മൈക്കിന് മുമ്പിൽ വന്നപ്പോൾ ഒരു ഭയം വന്നു. അതിന് നല്ലതുപോലെ പാടാൻ സാധിക്കുമോ? ഇനി ഒരു സ്പോർട്സിൽ ഫുട്ബോൾ കളിക്കാൻ പോകുന്ന ഒരു കുട്ടി, അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കാൻ എന്തോ ആയിക്കോട്ടെ, ഒരു സ്പോർട്സിന് പോകുന്നൊരു കുട്ടി എതിർ ടീമിലെ ആൾക്കാരെ കണ്ടപ്പോൾ ഉള്ളിലൊരു ഭയം വന്നാൽ പിന്നെ അവന് കളിക്കാൻ പറ്റുമോ? നല്ലതുപോലെ പറ്റുമോ? പറ്റില്ല. ഇനി ഒരു ഇൻ്റർവ്യൂവിന് പോകുകയെന്ന് വെച്ചോ, നിങ്ങൾ ഇൻ്റർവ്യൂവിന് വന്നപ്പോൾ ചോദ്യം ചോദിക്കാൻ ഇരിക്കുന്നവരെ കണ്ടപ്പോൾ ഒരു ഭയം വന്നു. അപ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടെ മറുപടി പറയാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താ? നിങ്ങളെ അവിടെയൊക്കെ പരാജയപ്പെടുത്തിയത് നിങ്ങളുടെ അയോഗ്യതയല്ല, നിങ്ങളിലുണ്ടായ ഭയമാണ്. മനസ്സിലായില്ലേ? ആ ഭയം ഒരു ചെറിയ അസുഖം വന്നു, ചെറിയ അസുഖമാണ്, പക്ഷേ നമ്മൾ ആ അസുഖം വന്നപ്പോൾ അങ്ങ് ഭയന്നു. ആ ചെറിയ അസുഖം എന്ന നിലയിലായിരിക്കും നമുക്കതിൻ്റെ ക്ഷീണം ഉണ്ടാകുന്നത്. ഭയം കൊണ്ട് നമ്മൾ മാനസികമായി തകരും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഏതൊരു അവസ്ഥയെയും നമ്മളെ വേട്ടയാടുന്നതിൽ ഏതിന് പങ്കുണ്ട്? ഭയത്തിന് പങ്കുണ്ട്. ഇപ്പോൾ ഭഗവാനോട് ചേരാനല്ലേ ഭക്തി, അല്ലേ? ആണോ? ഭയമുള്ള ഒരു വസ്തുവിനോട് നമുക്ക് ശാന്തമായിട്ട് ചേരാൻ സാധിക്കുമോ? നിങ്ങളെ വീട്ടിൽ വളർത്തുന്ന പശുവിനെ ആടിനെ എടുക്കുക, അടുത്ത് ചെന്നാൽ അത് കൊമ്പും കുലുക്കിക്കൊണ്ട് വരുമെന്നൊരു പേടി നിങ്ങളുടെ ഉള്ളിലുണ്ട്. നിങ്ങൾക്ക് അതിനടുത്ത് സമാധാനത്തോടെ പോയി നിൽക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താ? അതിനെ പേടിയുണ്ട്. അപ്പോൾ നമ്മൾ ഭഗവാനോട് ചേരാനാണ്, ശാന്തിക്കാണ് ഭക്തി, അല്ലേ? അങ്ങനെയാണെങ്കിൽ അതിനോട് ഭയം ഉണ്ടെങ്കിൽ നമുക്ക് ചേരാൻ സാധിക്കുമോ? സാധിക്കില്ല. അപ്പോൾ ഭഗവാനോട് ഭയം പാടില്ല. നമ്മൾ ആദ്യമേ തിരുത്തി പഠിക്കണം. ഭഗവാനോട് വേണ്ടത് സ്നേഹമാണ്, പരമമായ സ്നേഹം, പകരം വെക്കാനില്ലാത്ത സ്നേഹം. സാധു അസ്മിൻ പരമപ്രേമ സ്വരൂപ ഇതി ഭക്തി എന്ന് നാരദ മഹർഷി കൃത്യമായിട്ട് ഭക്തിയെക്കുറിച്ച് പറയും. പരമമായ സ്നേഹമാണ്. പരമമായ സ്നേഹമുള്ളിടത്ത് ഭയം ഉണ്ടാവുമോ? മനസ്സിലാവില്ലേ? അപ്പം ഭയം എന്തിനെ ഇല്ലാതാക്കും? സ്നേഹത്തെ ഇല്ലാതാക്കും. അപ്പം ഭഗവാനോട് ഒരിക്കലും നമ്മൾ എന്തുണ്ടാവരുത്? ഭയമുണ്ടാവരുത്. പകരം നമുക്ക് എന്ത് വേണം? സ്നേഹമുണ്ടാവണം, ആരാധന ഉണ്ടാവണം, ബഹുമാനം ഉണ്ടാവണം. മനസ്സിലായില്ലേ? ഈ ഗുണങ്ങൾ തന്നെയാണ് നമുക്ക് മാതാപിതാക്കളോട് ഉണ്ടാവേണ്ടത്. മാതാപിതാക്കളെ മക്കൾ ഭയക്കുകയല്ല വേണ്ടത്, മക്കളെ മാതാപിതാക്കൾ ഭയപ്പെടുത്തുകയല്ല വേണ്ടത്. സ്നേഹത്തോടെ, മനസ്സിലായില്ലേ, ആരാധനയോടെ ബഹുമാനിക്കാൻ പഠിപ്പിക്കണം. ആ ഗുണമാണ് അവർക്ക് ഉണ്ടാകേണ്ടത്. ഇവിടെയാണ് നമ്മളെ ഈശ്വര സങ്കല്പത്തെ നമ്മൾ എടുക്കേണ്ടത്. ഇവിടെ വന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ, മനുസ്മൃതിയിൽ ഹിന്ദുക്കൾക്ക് വിരുദ്ധമായ നിയമങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതേതല്ല എന്നാണ്. ഇവിടെ മനുസ്മൃതി എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. മനസ്സിലായില്ലേ? ആ ഗ്രന്ഥം ഹിന്ദുവിൻ്റെ പ്രാമാണിക ഗ്രന്ഥമല്ല. നമ്മൾ ആദ്യമേ തന്നെ മനസ്സിലാക്കുക. പ്രാമാണിക ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും മാറ്റമില്ലാതെ അടിസ്ഥാനപരമായി നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കേണ്ടത് അല്ല. ഒരു കാലഘട്ടത്തിനനുസരിച്ചിട്ട് എഴുതപ്പെട്ട ചില വ്യവസ്ഥകളാണ്. മനസ്സിലായില്ലേ? ആ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള വ്യവസ്ഥകളാണ്. ഇപ്പം നമുക്കതിനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ ഈ ദേശീയപാത, നമ്മളെ ഈ കായംകുളം വഴിയൊക്കെ പോകുന്ന ദേശീയപാത നമ്മൾ പലപ്പോഴും യാത്ര ചെയ്തിട്ടുണ്ടല്ലേ? ഈ യാത്ര ചെയ്ത ദേശീയപാതയിൽ ഒരേ പാതയിലൂടെയല്ലേ മുമ്പ് കാലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടികൾ വന്നും പോയിക്കൊണ്ടിരുന്നത്? ഒന്ന് ഇടതു ഭാഗത്തൂടെ, ഒന്ന് വലതു ഭാഗത്തൂടെ, വ്യത്യാസം അത്രയേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ അത് വലിയ രീതിയിൽ വികസിച്ച് അത് വലിയ ബൈപ്പാസായി മാറി അതിൻ്റെ ചില നിയമങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരേ റോഡിൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഓട്ടിക്കാൻ പറ്റുമോ? പറ്റില്ല. അവിടെ ഒരു വ്യവസ്ഥ വന്നു. എന്താ? ഒരു ഭാഗത്തൂടെയുള്ള റോഡിലൂടെ അങ്ങോട്ടേക്ക് പോകണം, മറുഭാഗത്തുള്ളിടത്തൂടെ ഇപ്പുറത്ത് വരണം, അല്ലേ? ഇപ്പുറത്തേക്ക് കറങ്ങി വരണമെങ്കിൽ അതിൻ്റെ സിഗ്നൽ ഉള്ള സ്ഥലത്തൂടെ മാത്രമേ തിരിയാൻ പാടുള്ളൂ. ശരിയല്ലേ? പണ്ട് കാലത്ത് ഈ റോഡിൻ്റെ അപ്പുറവും ഇപ്പുറവും താമസിച്ചവർക്ക് അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ ഇവിടെ നോടി അപ്പുറത്തിറങ്ങാമായിരുന്നു, അവിടെ ഉള്ളവർക്ക് ഇപ്പുറത്തിറങ്ങാമായിരുന്നു. ഇനി അത്രയും സാധിക്കുമോ? നമുക്ക് വേണമെങ്കിൽ പറയാം, മാമൻ്റെ വീട് അതാ, പക്ഷേ പോകണമെങ്കിൽ ആട്ടോ വിളിച്ച് പോകണം. മനസ്സിലായില്ലേ? റോഡിൻ്റെ അപ്പുറത്താണ്, പക്ഷേ പോകണമെങ്കിൽ ആട്ടോ വിളിച്ച് പോകേണ്ടി വരും. എന്താ കാരണം? അവിടെ ചില നിയമവ്യവസ്ഥകൾ വന്നു. ആ വ്യവസ്ഥകൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് പാലിക്കപ്പെടണം. ഇപ്പം നിങ്ങൾക്ക് ഈ റോഡിലൂടെ വണ്ടി സുഗമമായിട്ട് ഓട്ടിച്ചുകൊണ്ട് പോകാം. നിങ്ങൾ നേരെ ഒരു സിഗ്നൽ ഉള്ളിടത്ത് ചെല്ലുമ്പോൾ ഒരു ചുവപ്പ് ലൈറ്റ് കത്തിക്കിടന്ന് നിങ്ങൾക്ക് ഓട്ടിച്ചുകൊണ്ട് പോകാൻ പറ്റുമോ? അവിടെ നിങ്ങൾ നിർത്തിയിടണം. എതിർ സൈഡിൽ വണ്ടി ഇല്ലെങ്കിലും, ക്രോസ് ചെയ്യാൻ വേറെ വണ്ടി ഇല്ലെങ്കിലും
നിങ്ങൾ വണ്ടി നിർത്തിയിടണം. എന്താ കാര്യം? അതൊരു നിയമമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ടായ നിയമമാണ് മനുസ്മൃതി എന്ന് പറയുന്നത്. മനുവിൻ്റെ കാലത്ത് എഴുതപ്പെട്ടതാണ്. അപ്പോൾ അതിൽ ഏതൊക്കെയാണോ വിരുദ്ധമെന്ന് ചോദിച്ചാൽ വിരുദ്ധമല്ല, ആ കാലഘട്ടത്തിന് അനുയോജ്യമായിരുന്നു. പിന്നീട് അടുത്ത കാലഘട്ടം വരുമ്പോൾ അത് അനുയോജ്യമാവണം എന്നില്ല. മഴക്കാലത്ത് മനസ്സിലായില്ലേ, മഴക്കോട്ട് ഇട്ടുകൊണ്ട് നടക്കുന്നത് അനുയോജ്യമായതുകൊണ്ട് മഴക്കാലത്ത് ഒരാൾ പറയുകയാണ് പുറത്തിറങ്ങുമ്പോൾ മഴക്കോട്ടിട്ട് വേണം എല്ലാവരും പുറത്തിറങ്ങാൻ എന്ന് പറഞ്ഞാൽ, മഴക്കാലം കഴിഞ്ഞ് വേനൽക്കാലം ആവുമ്പോൾ ഈ നിയമം ബാധകമാണോ? പറഞ്ഞതിൻ്റെ ആശയം മനസ്സിലായോ? ആ ഒരു കാലം കഴിയും, 6 മാസം കഴിഞ്ഞ് അടുത്ത വേനൽക്കാലം വന്നു കഴിഞ്ഞാൽ അന്ന് നമ്മുടെ നാട്ടിലെ മന്ത്രി പറഞ്ഞതാണ് എല്ലാവരും മഴക്കോട്ടിട്ടേ പുറത്തിറങ്ങാവൂ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥത്തിൽ വേനൽക്കാലത്ത് നമ്മൾ ആരെങ്കിലും മഴക്കോട്ടിട്ടുകൊണ്ട് നടക്കുമോ? നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മളത് ഒഴിവാക്കും. മനസ്സിലായില്ലേ? അതുപോലെ ഒരു കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിലുള്ള പ്രതിസന്ധികളെ തരണം ചെയ്ത് നമ്മുടെ ജീവിത വ്യവസ്ഥയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായി എഴുതി തയ്യാറാക്കിയ ഒന്നാണ് മനുസ്മൃതി എന്ന് പറയുന്നത്. പറഞ്ഞ ആശയം മനസ്സിലായില്ലേ? അപ്പോൾ ആ കാലഘട്ടത്തിൻ്റെതായ ചിന്തകളൊക്കെ അവിടെ ഉണ്ടാവും. ഇപ്പോൾ ഭാഗവതം തന്നെ നമ്മളെടുത്ത് നോക്കേ. ഭാഗവതത്തിലും പല കഥകൾ പറയുന്നതിൽ നമ്മൾ നോക്കുക. ഇപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ രുക്മിണിയെ വിളിച്ചുകൊണ്ട് പോകാൻ വന്നത് രഥത്തിലാണ്. അത് എഴുതിയ കാലത്ത് ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്ന വാഹനം ഏതാ? രഥമാണ്. ഇന്നത്തെ കാലത്താണ് വ്യാസൻ ജീവിച്ചിരുന്നത്. ഈ കാലഘട്ടത്തിൽ വെച്ചിട്ടാണ് വ്യാസൻ ഭാഗവതം എഴുതിയെന്ന് വെക്കുക. അവിടെ ഭാഗവതത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ എഴുതിയാൽ വ്യാസൻ രഥത്തിൽ വന്ന് രുക്മിണിയെ കൊണ്ടുകൊണ്ട് പോയെന്ന് പറയാൻ പറ്റുമോ? കൂട്ടിക്കൊണ്ടുപോയെന്ന് പറയാൻ പറ്റുമോ? BMW കാറിൽ വന്നെന്ന് പറയേണ്ടി വരും. മനസ്സിലായില്ലേ? അപ്പോൾ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ളതുകൊണ്ട് അതിനെ അതേ രീതിയിൽ കാണാൻ നമുക്ക് സാധിക്കണം. കാരണം എന്താ? വേർതിരിച്ച് കാണാനുള്ള ബുദ്ധിയല്ലേ നമുക്ക് ഈശ്വരൻ തന്നിട്ടുള്ളത്. അതോ ഈ പറയുന്നതൊക്കെ അക്ഷരം പ്രതി കാണാതെ പഠിച്ച് ഇത് തന്നെ മാറ്റമില്ലാതെ ഇതിനെ പിന്തുടരാമെന്ന വിഡ്ഢിത്തം ഹിന്ദുവിൻ്റെ ശാസ്ത്രത്തിലില്ല. മനസ്സിലായില്ലേ? ഓരോ കാലഘട്ടത്തിലും അനുയോജ്യമായതിനെ സ്വീകരിക്കാനും അനുയോജ്യമല്ലാത്തതിനെ മാറ്റിവെക്കാനും ലോകത്ത് ഇതുപോലെ സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്ന ഒരു സംസ്കാരം മറ്റാർക്കും ഇല്ല. ഇവിടെ ഭഗവത്ഗീത തന്നെ ഭഗവാൻ ഉപദേശിച്ച് കഴിഞ്ഞിട്ട് അർജുനനോട് പറയുന്നൊരു വാക്കുണ്ട്. എന്താ? അർജുന, ഞാൻ പറഞ്ഞത് മുഴുവൻ നീ തൊണ്ട തൊടാതെ വിഴുങ്ങി ജീവിതത്തിൽ പാലിക്കണമെന്ന് പറഞ്ഞില്ല. പകരം ഭഗവാൻ പറഞ്ഞു, എനിക്ക് അറിയാവുന്ന അറിവ്, നിനക്ക് വേണ്ടതായി എനിക്ക് തോന്നിയതെല്ലാം ഞാൻ നിനക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? നിന്റെ മുമ്പിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നീ നിന്റെ ബുദ്ധിക്ക് സ്വീകരിക്കാവുന്നതൊക്കെ വിമർശൈക അശേഷേണ, വിമർശിച്ചു വേണമെങ്കിൽ പോലും നിനക്ക് സ്വീകരിക്കേണ്ടതാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിന്റെ മാനസിക വളർച്ചയ്ക്ക് ഉതകുന്ന തരത്തിലുള്ളത് മുഴുവൻ നീ സ്വീകരിക്കുക. നിർബന്ധമായി അടിച്ചേൽപ്പിക്കുന്നത് ഇതൊക്കെ ഏതെങ്കിലും തരത്തിൽ ലംഘിച്ചാൽ അവൻ കൊല്ലപ്പെടേണ്ടവനാണെന്നോ, അവൻ ശിക്ഷിക്കപ്പെടേണ്ടതാണെന്നോ, അവൻ പാപിയാണെന്നോ, അവൻ ദുഷ്ടനാണെന്നോ, അവനെ ഇല്ലായ്മ ചെയ്യണമെന്നോ ഒരിക്കലും ഹിന്ദുവിൻ്റെ ശാസ്ത്രം എങ്ങും പറഞ്ഞിട്ടില്ല. മനസ്സിലായോ? വളരെ കൃത്യമാണ്. കാരണം ഈശ്വരൻ ഇല്ല എന്ന് പറഞ്ഞ ചാർവാകനെയും നമ്മൾ ഋഷിയായിട്ട് കണ്ടു. ഈശ്വരനെ ബ്രഹ്മവാദത്തിൽ കണ്ടവരെ നമ്മൾ ഋഷിയായി കണ്ടു. ഈശ്വരനെ രൂപത്തിൽ കണ്ടവരെ നമ്മൾ ഋഷിയായി കണ്ടു. ഈശ്വരൻ പലതായി കൂടിക്കൊള്ളുന്നു എന്ന് പറഞ്ഞ ദ്വൈതവാദികളെ നമ്മൾ ഋഷിമാരായി കണ്ടു. ഈശ്വരൻ തന്നെയാണ് പലതിലും സ്ഫുരിക്കുന്നത്, പക്ഷേ ഒരു രൂപമല്ലെന്ന് പറഞ്ഞ വിശിഷ്ടാദ്വൈതികളെ നമ്മൾ ഈശ്വരനായി കണ്ടു. സർവ്വചരാചരങ്ങളിലും ഈശ്വരനേ ഉള്ളൂ, മണ്ണും വിണ്ണും കല്ലും മുള്ളും സർവ്വതും ഈശ്വരനാണെന്ന് പറഞ്ഞ അദ്വൈതത്തെയും നമ്മൾ, അതിൻ്റെ ആൾക്കാരെ നമ്മൾ എന്ത് കണ്ടു? ഋഷിമാരായി കണ്ടു. അപ്പം നമ്മളെ സംബന്ധിച്ചോളം നന്മ മാത്രമാണ് നമ്മുടെ ഈശ്വര ദർശനം. അപ്പം ഇവിടെ ഏതൊക്കെയാണ് എന്ന് പറഞ്ഞ് ഓരോന്നെടുത്ത് ഇവിടെ പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ കാലഘട്ടത്തിൽ അനുയോജ്യമല്ലാത്തതൊക്കെ ഒഴിവാക്കപ്പെടേണ്ടതാണ്. ഇപ്പം ഓരോന്നിടത്ത് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ പ്രാമാണികമായി നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ആ ഗ്രന്ഥമല്ലാത്തത് കൊണ്ടും അതിലങ്ങനെ ഓരോന്ന് എണ്ണിപ്പറയാനുള്ള സമയം വളരെ കൂടുതലായിട്ട് നമുക്കതിൻ്റെ അർത്ഥത്തെ മനസ്സിലായി. നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞു, നാ സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്ന ഒരു വരി വെച്ചുകൊണ്ടാണ് ഇപ്പോഴും ഹിന്ദുവിനകത്ത് സ്വാതന്ത്ര്യമില്ല എന്ന് പറയുന്നതിൻ്റെ വ്യാഖ്യാനം നമ്മൾ പറഞ്ഞു. എന്താ? ആ കാലഘട്ടത്തിൽ, മനുവിൻ്റെ കാലഘട്ടത്തിൽ ആ സ്ത്രീകൾ സംരക്ഷിക്കപ്പെട്ട് പരിപാലിക്കപ്പെട്ട് സ്നേഹിക്കപ്പെടേണ്ടവരായതുകൊണ്ട്
ബാല്യകാലത്ത് അച്ഛനമ്മമാരാ കുട്ടികളെ സംരക്ഷിക്കണമെന്നും യൗവനകാലത്ത് ഭർത്താവാൽ പരിരക്ഷിക്കപ്പെടണമെന്നും, മനസ്സിലായില്ലേ, ഉപേക്ഷിക്കപ്പെടരുത് എന്നും, അതുപോലെ തന്നെ വാർദ്ധക്യകാലത്ത് മാതാപിതാക്കളെ മക്കളാൽ സംരക്ഷിക്കണമെന്നും പറഞ്ഞതിന് ശേഷമാണ് എന്ത് പറഞ്ഞത്? അവരെ സ്വതന്ത്രമാക്കി വഴി തള്ളരുത്. അതുകൊണ്ട് സ്ത്രീ സ്വാതന്ത്ര്യം, നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, എവിടെയും പോകുമെന്ന് പറഞ്ഞ് ഇറക്കി വിടരുത്, അവരെ സംരക്ഷിക്കണം, പരിപാലിക്കണം എന്ന് പറഞ്ഞതിനെയാണ് വളച്ചൊടിച്ച് കൊണ്ടുപോയിട്ടുള്ളത്. മനസ്സിലായില്ലേ? അതേ മനുസ്മൃതിയിൽ തന്നെ വീണ്ടും പറയുന്നുണ്ട്, എത്ര നാരന്തേ പൂജന്തേ രമന്ത, എവിടെയാണോ സ്ത്രീകളെ പൂജിക്കുന്നത് അവിടെ ദേവതകൾ കളിയാടും. അപ്പോൾ ഒരു സ്ഥലത്ത് സ്ത്രീകളെ സ്വാതന്ത്ര്യം ഇല്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ ദേവതകളെന്ന് പറയുമോ? ഒരിക്കലും ഇല്ല. അപ്പം ജീവിതത്തിൻ്റെ ജീവിത ഘടനകളെക്കുറിച്ചാണ് ഇത്. മനുസ്മൃതിയിൽ മാത്രമല്ല, ഗുരുദേവ ദർശനങ്ങളെ വരെ വളച്ചൊടിച്ചിട്ടുണ്ട്. ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന്. അതിൻ്റെ അർത്ഥം മതാതീതമായി ഹിന്ദു ദർശനത്തിലല്ല ഗുരുദേവൻ ഇപ്പോൾ പ്രചരിപ്പിക്കപ്പെടുന്നത്. എന്താ? ഗുരുദേവൻ സനാതന ധർമ്മമല്ല, ഹിന്ദു ദർശനത്തിലുള്ളതല്ല, അതിനൊക്കെ അപ്പുറത്ത് വേറെ ഏതാണ്ടോ ഹിന്ദുത്വത്തിന് വിരുദ്ധമായതാണ് ഗുരുദേവൻ്റെ ദർശനം എന്ന് പ്രചരിപ്പിച്ച് ഹിന്ദു സമൂഹത്തിൽ നിൽക്കുന്ന കെട്ടുറപ്പിനെ ഇല്ലാതാക്കാൻ ബോധപൂർവമായ ശ്രമത്തിന് ശിവഗിരി എന്ന സമാധി സ്ഥാനം പോലും മുതലെടുത്തുകൊണ്ട് ചിലർ പ്രവർത്തിച്ചിട്ടുണ്ട്. നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മതി. ഗുരുദേവൻ തൻ്റെ 65 കൃതികൾ എഴുതിയതിൽ ഒരു കൃതികളിൽ പോലും ഹിന്ദു വിരുദ്ധമായതിലുണ്ടോ? വിനായകാഷ്ടകം, സുബ്രഹ്മണ്യാഷ്ടകം, ഭദ്രകാളി സ്തവം, ശിവനെക്കുറിച്ച്, വിഷ്ണുവിനെക്കുറിച്ച് അല്ലേ? ഗുരുദേവൻ സ്ഥാപിച്ച ക്ഷേത്രങ്ങളിലെല്ലാം ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞത് ഹിന്ദുവിൻ്റെ ശാസ്ത്രമാണ്. മുമ്പേ നമ്മൾ പറഞ്ഞു, എല്ലാവരിലും കുടികൊള്ളുന്ന ഒരേ ഈശ്വരനാണ്. പക്ഷേ ഗുരുദേവൻ സ്ഥാപിച്ച ദേവതകളിൽ വൈരൂപ്യമില്ലേ? അല്ലേ? ശിവഗിരി നിങ്ങൾ പോയാൽ കാണുന്നത് ശാരദാദേവിയാണ്, അല്ലേ? നിങ്ങൾ വേറൊരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ അരുവിപ്പുറത്ത് ചെന്നാൽ അവിടെ ശിവൻ്റെ പ്രതിഷ്ഠയാണ്. അത് കഴിഞ്ഞ് എറണാകുളത്തേക്ക് വന്നാൽ കണ്ണാടിയിലെ പ്രതിഷ്ഠയുണ്ട്. എൻ്റെ നാട്ടിൽ അവിടെ സുബ്രഹ്മണ്യനെ ഗുരുദേവൻ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? വേറെ സ്ഥലത്ത് ഗണപതിയെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അപ്പോൾ പല ദേവതകളെയും കാരണം, എന്നാലും ഈ ദേവതകളെല്ലാം ഒന്നാണ്. ഇത് ഹിന്ദുവിൻ്റെ അടിസ്ഥാനമാണ്. മനസ്സിലായില്ലേ? ആ ഒന്നാണ് എന്ന് പറഞ്ഞതിനെ മറച്ചു വെച്ചുകൊണ്ട് ഇവിടെ ഏത് സമയത്താണ് ഗുരുദേവൻ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കണം. ഗുരുദേവനെ മതം മാറ്റാൻ വേണ്ടി ശ്രമം ചെയ്തു. ആ കാലഘട്ടത്തിൽ ചില തൊട്ടുതീഴായ്മകളും ചില തെറ്റുകളും ഉണ്ടായതുകൊണ്ട് ഗുരുദേവൻ്റെ ശിഷ്യന്മാരായി കൂടെ ഉണ്ടായിരുന്ന ചിലർ ഗുരുദേവനോട് പറഞ്ഞു, ഗുരുദേവ, നമ്മളിതൊക്കെ ഉണ്ടതുകൊണ്ട് നമ്മളിപ്പോൾ ഇതിൽ നിന്ന് മാറി നമുക്ക് മറ്റു മതം സ്വീകരിക്കാം എന്ന് പറഞ്ഞു. ബുദ്ധമതം സ്വീകരിക്കാമെന്ന്. അപ്പോൾ ഗുരുദേവൻ അവിടെ പറഞ്ഞാണ്, ഏത് മതത്തിൽ പോയാൽ എന്താ, എല്ലാ മതത്തിലും നല്ലതും ഉണ്ടാവും ചീത്തയുണ്ടാവും, നല്ലതിനെ നമ്മൾ സ്വീകരിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഗുരുദേവൻ പറഞ്ഞത്, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെ. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ ആ പോരായ്മ ഉള്ളത് കൊണ്ട് ആ വീടിനെ ഉപേക്ഷിച്ച് വേറെ വീട്ടിൽ പോയി കിടക്കുകയാണോ? ആ വീട്ടിലെ പോരായ്മ പരിഹരിക്കുകയാണോ വേണ്ടത്? ആ വീട്ടിലെ പോരായ്മ പരിഹരിക്കുകയാണ് വേണ്ടത്. ഇതാണ് ഗുരുദേവൻ പറഞ്ഞത്. നമ്മൾ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന്. മതം ഏതായാലും കുഴപ്പമില്ല. മനസ്സിലായില്ലേ? മാറേണ്ട ആവശ്യമില്ല. നമ്മൾ നന്നായാൽ മതി, നല്ലതിനെ സ്വീകരിച്ചാൽ മതി. ഇതിനെയൊക്കെ ഇങ്ങനെ വളച്ചൊടിച്ചിട്ട് ഹൈജാക്കിയിട്ടുണ്ട്. ഇത് പലയിടത്തും നടന്നിട്ടുണ്ട്. സാമൂഹികമായും അല്ലാതെയും ഒക്കെ തന്നെ ഇത്തരം കാര്യങ്ങൾ എല്ലാ കാലത്തും നടന്നിട്ടുണ്ട്. നിങ്ങൾക്കതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണം കാണണമെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ സന്നിധിയിൽ പോയാൽ ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയത് ഗുരുവായൂരപ്പൻ്റെ തിരുസന്നിധിയിൽ. ആ ക്ഷേത്രപ്രവേശന വിളംബരത്തിന് മുന്നിൽ നിന്നുകൊണ്ട് ആ ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ നേതൃസ്ഥാനം വഹിച്ചത് കേളപ്പജി എന്നറിയപ്പെട്ട കേരള ഗാന്ധി എന്നറിയപ്പെട്ട മനുഷ്യനാണ്. പക്ഷേ അവിടെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ മുന്നിൽ ബസ് സ്റ്റാൻഡിൻ്റെ വലത് സൈഡിലായിട്ട് അവിടെ മഞ്ജുളാൽ ആലിൻ്റെ സൈഡിലായിട്ട് ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ കവാടം എന്ന് പണിഞ്ഞു വെച്ചിരിക്കുന്നതിനകത്ത് കേളപ്പജിയുടെ പേരില്ല. പകരം ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പേരാണ് എഴുതി വെച്ചിരിക്കുന്നത്. കാരണം എന്താ? പിന്നീട് വരുന്ന തലമുറ വിചാരിക്കണം ഞങ്ങളുടെ പാർട്ടിക്കാരാണ് ഇത് മേടിച്ചു കൊടുത്തതെന്ന്. മനസ്സിലായില്ലേ? ഇങ്ങനെ പലതരത്തിലുള്ള വികലമായ കാര്യങ്ങളും നമ്മുടെയൊക്കെ ആരാധനകളെ വികലമാക്കാൻ നടന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മനുസ്മൃതി എന്നതൊരു കാലഘട്ടത്തിൽ ഇവിടെ പിന്നെ രണ്ട് കാഴ്ചപ്പാടുകൾ നമ്മൾ പഠിക്കുക. ഒന്ന്, നമുക്ക് രണ്ട് തരത്തിലുള്ള വീക്ഷണമുണ്ട്. ഒന്ന് ശ്രുതിയും ഒന്ന് സ്മൃതിയും. ശ്രുതി എന്നതിനെയാണ് നമ്മൾ ആത്യന്തികമായി പിന്തുടരേണ്ടത്. ശ്രുതി എന്ന് പറയുന്നത് വേദജ്ഞാനമാണ്. മനസ്സിലായില്ലേ? ശ്രുതി വേദജ്ഞാനമാണ്. ശ്രുതിയാണ് നമ്മുടെ ഈശ്വര സങ്കല്പത്തിൻ്റെ അടിസ്ഥാനമായി നമ്മൾ സ്വീകരിക്കേണ്ടത്. സ്മൃതി എന്നത് അതാത് കാലഘട്ടങ്ങളിലുണ്ടാകുന്ന നിയമമാണ്.
വ്യത്യാസം മനസ്സിലായോ? ഇപ്പം നിങ്ങളിവിടെ ഇരിക്കുന്നത് ഭദ്രാദേവിയും ദുർഗാദേവിയാണ്. അത് മാറ്റമില്ലാത്ത സത്യമാണ്. മനസ്സിലായില്ലേ? പക്ഷേ ഈ ക്ഷേത്രത്തിൽ നിങ്ങളിപ്പോൾ ചെയ്യുന്ന ആചാരം അതെല്ലാ കാലത്തും മാറ്റമില്ലാത്തതല്ല. നാളെ ഇതൊരു മഹാക്ഷേത്രമായി മാറിയാൽ, പറഞ്ഞു മനസ്സിലായില്ലേ? മഹാക്ഷേത്ര നിർമ്മാണത്തിൻ്റെ തത്വപ്രകാരം ഇതൊരു മഹാക്ഷേത്രമായി മാറിയാൽ ഈ ക്ഷേത്ര ആചാരങ്ങൾക്ക് മാറ്റം വരുത്തും തന്ത്രി. ശരിയല്ലേ? ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഇത് വെറും ഒരു കാവായിരുന്ന സമയമുണ്ട്. അപ്പോൾ ഇതിനൊരു മതിൽക്കെട്ടുമില്ലാതെ ആർക്ക് എപ്പം വേണമെങ്കിലും വന്ന് തൊഴുതിട്ട് പോകുന്നൊരു സമ്പ്രദായമുണ്ട് അല്ലേ? ഇതൊരു ക്ഷേത്രമായി മാറുമ്പോൾ ആ ക്ഷേത്രത്തിൽ കൃത്യമായിട്ട് നിവേദ്യം കൊടുക്കുന്ന സമയത്ത് നമ്മളടുത്ത് പറയില്ലേ വെളിയിലേക്ക് നിൽക്കാൻ? അപ്പം കാവായിരുന്ന സമയത്ത് അത് ഉണ്ടായിരുന്നോ? മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം അവിടെ നിന്ന് ഈശ്വരന് മാറ്റം വന്നോ? മാറ്റം വന്നിട്ടില്ല. പക്ഷേ ആചരിക്കപ്പെടുന്ന വ്യവസ്ഥകൾക്ക് മാറ്റം വന്നു. നാളെ ഇതൊരു മഹാക്ഷേത്രമായി വന്നാൽ, ഇവിടെ ഉത്സവം നടക്കുന്നു, ഉത്സവാഘോഷം നടക്കുന്നു, ഇതൊരു മഹാക്ഷേത്രമായി വന്ന ഒരു കൊടിമരം വന്നാൽ പിന്നെ കൊടിയേറ്റ് വന്നു, അതിൻ്റെ സങ്കല്പം വന്നു അല്ലേ? പലതരത്തിൽ വരും. പറഞ്ഞതിൻ്റെ ആശയം മനസ്സിലായില്ലേ? ഇപ്പം നിങ്ങൾ ദേവൻ്റെ മുമ്പിൽ പറയിടുന്നതിന് പകരം കൊടിമരത്തിൻ്റെ ചുവട്ടിൽ പറയിടുന്ന സങ്കല്പം വരും. അപ്പോൾ അത്തരത്തിൽ അതാത് കാലഘട്ടത്തിന് അനുയോജ്യമായ നിയമവ്യവസ്ഥയാണ് ഏത്? സ്മൃതി എന്ന് പറയുന്നത്. പക്ഷെ മാറ്റമില്ലാത്ത പരമമായ തത്വമാണ് ശ്രുതി. ശ്രുതി എന്നതാണ് നമ്മുടെ ഈശ്വര സങ്കല്പങ്ങളുടെ അടിസ്ഥാനം. ആ ശ്രുതിയെ പകരാനാണ് ഭാഗവതത്തിൽ സ്മൃതിഭാവത്തിലുള്ള പുരാണ കഥകൾ ഉണ്ടാക്കിയത്. കഥയും കഥാപാത്രങ്ങളും സ്മൃതിയും അതിൻ്റെ ഉള്ളിലുള്ള ആശയം ശ്രുതിയുമാണ്. ഈ ശ്രുതിയും സ്മൃതിയും ചേർന്നതാണ് ഭാഗവതം. മനസ്സിലായില്ലേ? അപ്പോൾ കഥകളെ അല്ല സ്വീകരിക്കേണ്ടത്. നമ്മുടെ ആവർത്തിച്ച് പറഞ്ഞിട്ടില്ലേ അല്ലേ? കഥകളെ അല്ല, അതിനുള്ളിലുള്ള ആശയത്തെയാണ്, അറിവിനെയാണ് സ്വീകരിക്കേണ്ടത്. വ്യത്യാസം മനസ്സിലായോ? അപ്പോൾ പരമമായ ശ്രുതി എന്ന തത്വത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഓരോ കാലഘട്ടത്തിലുണ്ടാകുന്ന നിയമത്തിന് ആ കാലഘട്ടങ്ങളിൽ വാല്യൂ ഉള്ളൂ. ചിലപ്പോൾ എല്ലാ കാലത്തും വാല്യൂ ഉള്ളതും അതിൽ പെടാം. മനസ്സിലാവുന്നുണ്ടോ? എല്ലാ കാലത്തും വാല്യൂ ഉള്ളതും അതിൽ പെടാം. ആ നിലയിലേക്ക് നമ്മൾ അതിനെ ചിന്തിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം എന്ന് മാത്രമാണ് ഇപ്പോൾ അതിനെക്കുറിച്ചിട്ട് നമുക്ക് ഈ സമയത്ത് പറയാൻ സാധിക്കുന്നത്. ഇങ്ങനെയുള്ള ചില ചർച്ചകൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് ബോധപൂർവം നമ്മുടെ വിശ്വാസങ്ങളെ വികലപ്പെടുത്താനാണ്. അത്തരം വികലതകൾ കേവലം ബുദ്ധിയുടെ മുമ്പിൽ നമുക്ക് ശരിയെന്ന് തോന്നുന്നത് അടിസ്ഥാനപരമായ ശാസ്ത്രബോധം നമ്മൾ ഉൾക്കൊള്ളാത്തത് കൊണ്ടാണ്. അപ്പം നമ്മളവിടെ എന്ത് ചെയ്യണം? അടിസ്ഥാനപരമായ വിഷയങ്ങളെ പഠിച്ച് ശരിയെ മനസ്സിലാക്കി തെറ്റായ വ്യാഖ്യാനങ്ങളെ അകറ്റി നിർത്താൻ നമുക്ക് സാധിക്കണം. ആ പ്രൊട്ടക്ഷനാണ് നമ്മൾ ജീവിതത്തിലൂടെ നേടിയെടുക്കേണ്ടത്. മനസ്സിലായില്ലേ? നമുക്ക് അജ്ഞാനമുണ്ടെങ്കിൽ നമ്മളെ ഭയപ്പെടുത്താൻ ആർക്കും സാധിക്കും. ഇപ്പോൾ ഒരു കൊച്ചു കുട്ടിയോട് നമ്മൾ പറയുകയാണ്, നമുക്കൊരു ഉദാഹരണം കൂടി പറഞ്ഞ് നമുക്ക് കീർത്തനത്തിലേക്ക് പോകാം. നമ്മുടെ സമയം അനുസരിച്ച് നമ്മളൊരു കൊച്ചു കുട്ടിയോട് പറയുകയാണ്, കുട്ടി രാവിലെ അല്ലെങ്കിൽ വൈകിട്ടോ ആഹാരം കഴിച്ചില്ലെങ്കിൽ അമ്മമാർ കുട്ടികളോട് പറയുന്നത് പുറത്ത് ചാക്കിൽ ഭൂതം വന്നേക്കുണ്ട്, പിടിച്ചോണ്ട് പോകും അല്ലേ? ഈ കുട്ടി ഈ ചാക്കി ഭൂതം ഉണ്ട് എന്ന് വിചാരിച്ചിട്ടല്ലേ പിന്നെ ഭക്ഷണം കഴിക്കുന്നത്? ആണോ? എന്താ കാരണം? അവൻ്റെ ബോധത്തിന് അതില്ല എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. അവൻ കുറേ കാലം കഴിഞ്ഞ് വളർന്നു കഴിഞ്ഞിട്ട് അമ്മ എന്നിട്ട് ഒരു 10-25 വയസ്സായപ്പോൾ അമ്മ എന്ന് പറയാം, അതേ ചാക്കി ഭൂതം ഉണ്ട് പുറത്ത്, നീ ഭക്ഷണം കഴിച്ചില്ലേ പിടിച്ചോണ്ട് പോകുമെന്ന് പറഞ്ഞാൽ അവൻ അമ്മയെടുത്ത് പറയും, പിന്നെ ചാക്കി ഭൂതം പണ്ട് എന്നെ കുറേ പറ്റിച്ചതാ. എന്താ കാരണം? അവനിതെങ്ങനെ? അവൻ അറിവ് നേടിയപ്പോൾ അത് ബോധ്യപ്പെട്ടു. മനസ്സിലായില്ലേ? ഇതുപോലെ അറിവ് കൊണ്ട് മാത്രമേ ഇത്തരം കാര്യങ്ങൾ നമുക്ക് തെളിയിക്കളയാൻ പറ്റൂ. മനസ്സിലായില്ലേ? പിന്നെ ചില വാക്കുകൾ അതാത് കാലഘട്ടങ്ങളിൽ മറ്റു ചില ഗുണത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളതാണ്, മോശത്തിന് വേണ്ടിയല്ല, ചില ഗുണത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളതാണ്. അതിലൊരു ഉദാഹരണം നമ്മൾ വീട്ടിൽ പറയും, കള്ളം പറഞ്ഞാൽ കണ്ണുപൊട്ടും. കുട്ടികളോട് എപ്പോഴും അച്ഛനും അമ്മമാർ പറയുന്നൊരു വാക്കല്ലേ, കള്ളം പറഞ്ഞാൽ കണ്ണുപൊട്ടും. പക്ഷേ ഇത് പറയുന്നത് സത്യമാണ്, 100% അങ്ങനെ തന്നെയാണെങ്കിൽ ഇത് പറയുന്ന അച്ഛനും അമ്മയ്ക്കും കണ്ണ് കാണുമോ യഥാർത്ഥത്തിൽ? എത്ര തവണ പൊട്ടിയിട്ടുണ്ടാവണം? കുഞ്ഞിനോട് ഇത് പറഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് അമ്മ അച്ഛനോട് കള്ളം പറയുന്ന കുഞ്ഞ് കേട്ടോണ്ടിരിക്കുക. മനസ്സിലായില്ലേ? അച്ഛൻ അമ്മയോട് കള്ളം പറയുന്നതും ആര് കേട്ടോണ്ടിരിക്കുക? കുഞ്ഞ് കേട്ടോണ്ടിരിക്കുക. അപ്പോൾ കള്ളം പറഞ്ഞാൽ കണ്ണ് പൊട്ടും എന്ന് പറഞ്ഞത് കണ്ണ് പൊട്ടാനാണോ അല്ലെങ്കിൽ പൊട്ടുമെന്നുള്ളത് കൊണ്ടാണോ? എന്തുകൊണ്ടാണ് അത് പറയുന്നത്? കള്ളം പറയാതെ വളരാൻ വേണ്ടിയിട്ടാണ്. കാരണം ഒരു കൊച്ചു കുട്ടിക്ക് ഇരുട്ടിന് ഭയമാണ് അല്ലേ?
കാഴ്ചയെ വേണം. അപ്പോൾ കാഴ്ചയുണ്ടെങ്കിൽ അമ്മയെ കാണാൻ പറ്റൂ, അച്ഛനെ കാണാൻ പറ്റൂ, അവന് ഇഷ്ടമുള്ളതൊക്കെ അവന് കാണാൻ പറ്റൂ. അപ്പോൾ അത് നഷ്ടപ്പെടും എന്നുള്ള ഭയം കൊണ്ട്, ഒരു താൽക്കാലിക ഭയമാണ്, സ്ഥിര ഭയമല്ല, ഒരു താൽക്കാലിക ഭയം കൊണ്ട് അവന് കള്ളം പറയാനുള്ള വാസന കുഞ്ഞുനാളിലെ ഇല്ലാതാക്കലാണ്. മനസ്സിലായില്ലേ? അതുപോലെ ചില ജീവിതത്തിൽ ചില കാലഘട്ടങ്ങളിൽ മറ്റ് ചില നന്മകൾ നമുക്കുണ്ടാവാൻ വേണ്ടി ഉണ്ടാക്കിയ വ്യവസ്ഥകളിലൂടെയാണ് സ്മൃതിയെ പോലെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ കടന്നു പോകുന്നത്. ഇപ്പോൾ പുരാണങ്ങളിൽ പറഞ്ഞു കഥകൾ യഥാർത്ഥത്തിൽ എന്തിനാണ്? നമ്മളെ അതിലേക്ക് ആകർഷിക്കാൻ വേണ്ടി മാത്രമാണ്. മനസ്സിലായില്ലേ? അതിനുള്ളിലുള്ള ജ്ഞാനമാണ് യഥാർത്ഥത്തിൽ വേണ്ടത് എന്ന് പറഞ്ഞതുപോലെ, കഥകളെ പഠിക്കാനല്ല നമ്മളിരുന്നത്, അതിൻ്റെ അറിവ് നേടാനാണ് എന്ന് പറഞ്ഞതുപോലെ, വേർതിരിച്ചറിയേണ്ടതിനെ വേർതിരിച്ചറിയാനും വേണ്ടതിനെ സ്വീകരിക്കാനും വേണ്ടാത്തതിനെ ഉപേക്ഷിക്കാനുമുള്ള കഴിവുണ്ടാകണം. അതിന് ജ്ഞാനം ആവശ്യമാണ്. അതുകൊണ്ടാണ് വിദ്യാദേവതയായ സരസ്വതിയുടെ വാഹനം അരയന്നത്തെയാണ്. ഇവിടെ ഭാഗവത്തിൽ നാളെ വായിക്കുമ്പോൾ ഹംസയോഗം എന്നൊരു ഭാഗമുണ്ട്. മനസ്സിലായില്ലേ? ഇവിടെ ആ ഹംസം എന്ന് പറഞ്ഞാൽ അരയന്നത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആ നിലയിലേക്കാണ് ഒരു ഭക്തൻ ജ്ഞാനത്തെ നേടി എത്തേണ്ടത്. എന്താ കാരണം? അരയന്നത്തിൻ്റെ പ്രത്യേകത പാലും വെള്ളവും കൂടെ മിക്സ് ചെയ്ത് കൊടുത്താൽ, മനസ്സിലായില്ലേ? അരയന്നം വെള്ളത്തെ മാറ്റി വെച്ച് പാല് മാത്രം കുടിക്കുമെന്നാണ് പറയുന്നത്. അപ്പം വേണ്ടതും വേണ്ടാത്തതും ചേർന്ന് വന്നാലും എന്തിനെ സ്വീകരിക്കണം? വേണ്ടതിനെ സ്വീകരിക്കുക, വേണ്ടാത്തതിനെ ഉപേക്ഷിക്കുക. എല്ലാ കാലത്തും നമ്മൾ ഈ യോഗ്യത നേടണം. മനസ്സിലായില്ലേ? അപ്പോൾ വേണ്ടത് ഏതാണ്, വേണ്ടാത്തത് ഏതാണെന്ന് അറിയാനുള്ള അറിവും ബോധവും ആർക്കുണ്ടാവണം? നമുക്കുണ്ടാവണം. അത് വേറെ ആർക്കും നാളെ ഗ്ലാസ്സിൽ ഒഴിച്ച് ഒരു ഗ്ലാസ് അറിവ് താണ്ട, ഒരു ഗ്ലാസ് ബോധം താണ്ട എന്ന് പറഞ്ഞ് നാളെ ഇവിടെ തരാൻ പറ്റുമോ? പറ്റില്ല. നമ്മൾ സ്വയം നേടിയെടുക്കേണ്ട സദ്ഗുണമാണ്. അതിനായിരിക്കണം നമ്മുടെ ഭക്തി, അതിനായിരിക്കണം നമ്മുടെ യജ്ഞങ്ങൾ, അതിനായിരിക്കണം ക്ഷേത്രദർശനം. നമ്മുടെ ജീവിതത്തിൽ ആ അറിവിലേക്ക് ഉയരാൻ നമുക്ക് സാധിക്കണം. അറിവാണ് ഈശ്വരൻ, പ്രജ്ഞാനം ബ്രഹ്മ. മനസ്സിലായില്ലേ? അതാണ് ഏറ്റവും വലിയ സമ്പത്ത്. അതിനേക്കാൾ വലിയ സമ്പത്തില്ല. ഒരിക്കലും കള്ളന്മാർ കട്ടുകൊണ്ട് പോകാത്ത, എത്ര കണ്ട് പകർന്നു കൊടുത്താലും കുറവ് വരാതെ വർദ്ധിക്കുന്ന ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് അറിവാണ്. ആ സമ്പത്തിൻ്റെ പുറകിൽ ഹിന്ദു സമൂഹം പുറംതിരിഞ്ഞ് നിൽക്കുന്നത് കൊണ്ടാണ് ഇത്തരം തെറ്റായ പ്രവണതകൾ നമ്മളെ വേട്ടയാടുന്നതും തിരിച്ചറിഞ്ഞ് ശരിയായ രീതിയിലുള്ള അറിവ് നേടി മുന്നോട്ട് പോകാൻ നമ്മൾ തയ്യാറാവുക, നമ്മുടെ മക്കളെ പ്രാപ്തരാക്കുക. ആ നിലയിലുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വന്നാൽ ഐശ്വര്യപൂർണമായ ജീവിതം നമുക്കെല്ലാവർക്കും ലഭിക്കും. അതാണ് ഈശ്വരാനുഗ്രഹം